ഇത് കണ്ട ചേച്ചി പേടിച്ചിട്ട് പറയും, അവസാനം മരിച്ച പെണ്ണിന് ചെമ്പൻ മുടിയായിരുന്നു. അപ്പൊ ഇതാരുടെ മുടിയാണ്? വേറെ ആരാ മരണപ്പെട്ടത്? ഇവരിങ്ങനെ ചോദ്യത്തിൽ നിൽക്കുമ്പോ നമ്മുടെ കുഞ്ഞാവ, അവള് പാവം വീട്ടിൽ ഒറ്റയ്ക്കിരുന്ന് എന്തിനെയോ കണ്ട് പേടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൾക്ക് ഒച്ച വയ്ക്കാൻ വയ്യ. ഈ സമയത്ത് വീട്ടിലേക്ക് തിരിച്ചു വരുന്ന അമ്മച്ചി റേഞ്ച് കിട്ടിയ ഉടനെ തന്നെ അയച്ച ആൾക്ക് വിളിക്കും. എന്നിട്ട് ഈ ഡയമണ്ട് റിങ്ങിന്റെ ന്യൂസ് പേപ്പർ കട്ടിങ് താൻ കണ്ട കാര്യം പറയും. എന്നിട്ട് അവള് ചോദിക്കും, ആ മുത്തശ്ശിക്ക് പ്രേതബാധ കൂടിയതാണോ? അവരുടെ കുഞ്ഞ് മരണപ്പെട്ടിരുന്നോ? ഇതിനെക്കുറിച്ചൊന്നും നിങ്ങൾ എന്നോട് പറഞ്ഞില്ലല്ലോ. അതുകൊണ്ടാണോ എന്റെ കുഞ്ഞിനെ കൂടെ കൊണ്ടുപോകാൻ പാടില്ല എന്ന് നിങ്ങൾ പറഞ്ഞത്? ഇത് കേട്ട ആ ലേഡി, നിന്നോട് ഞാൻ പറഞ്ഞ ജോലി മാത്രം നീ ചെയ്താൽ മതി. നിനക്ക് നിന്റെ കടം വീട്ടണോ, നാട്ടിലേക്ക് തിരിച്ചു വരണോ, ആ ഡയമണ്ട് റിങ്ങുമായിട്ട് വന്നാൽ മാത്രമേ നിന്നെ ഞാൻ നിന്റെ വീട്ടിൽ താമസിപ്പിക്കുകയുള്ളൂ. എന്താ നിന്റെ തീരുമാനം ചോദിക്കുമ്പോൾ ഇവള്, ഞാനത് എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ച് കൊണ്ടുവരാം, കൊണ്ടുവന്ന് തന്ന് തൊലയ്ക്കാം, ഇനി തന്നെ വിളിക്കുന്നില്ല എന്നും പറഞ്ഞിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരികയാണ്. വീട് നിറച്ചും വെള്ളം ഒഴുകിയിട്ടുണ്ട്. വെള്ളം ലീക്കായതിന്റെ അടയാളങ്ങൾ. ഈ അമ്മൂമ്മയുടെ വീടിന്റെ കതവിലൊരു അളിഞ്ഞ കൈ മറിഞ്ഞു പോകുന്ന കാണാം. ഇവൾ ആ മുറിക്കകത്ത് കയറി നോക്കുമ്പോൾ അമ്മൂമ്മേനെ കാണുന്നില്ല. തന്റെ മോള് പേടിച്ചരണ്ട് പുതപ്പിനടിയിൽ കയറി ഒളിച്ചിരിക്കുക. ഇവൾ എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ അവളൊന്നും പറയുന്നില്ല. എന്തോ കണ്ട് പേടിച്ചരണ്ടിരിക്കുക. അമ്മച്ചി നോക്കുമ്പോൾ ഒന്നും കാണുന്നുമില്ല. എന്നാൽ ഒരു രൂപം, ഒരു സ്ത്രീ രൂപം എട്ടുകാലിയെ പോലെ വാളി പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടപ്പുണ്ട്. എന്താ മോളെ, എന്താ നീ കണ്ട് പേടിച്ചെന്ന് ചോദിക്കുമ്പോൾ ഇവൾ ഓടിച്ചെന്ന് കവേർഡിനകത്ത് കയറിയിരിക്കും. ഇവൾ എന്താണാവോ കണ്ടേന്ന് പറഞ്ഞ് ഹീറോയിൻ ജനാലെ കൂടെ വെളിയിലേക്ക് നോക്കുമ്പോണ്ട് ആ അമ്മച്ചിയുടെ ശരീരം വെള്ളത്തിൽ കിടക്കുന്നു, തടാകത്തിൽ കിടക്കുന്നു. ഇവൾ ഓടിച്ചെന്ന് അമ്മച്ചിയുടെ ശരീരം എടുത്ത് കരയിലേക്ക് അടുപ്പിച്ചിടും. എന്നിട്ട് അവരെ വിളിച്ചെഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുന്നു. അവർക്കാണെങ്കിൽ അനക്കൂല. ഈ നേരം നോക്കി, ഈ സമയം നോക്കി നമ്മുടെ അനന്തരവൾ ആന്റി വരുന്നുണ്ട്. എന്താ പച്ചിയ? ആകെപ്പെട്ട അവസ്ഥയാണ്. ഇവൾ ഉടനെ അമ്മച്ചിയുടെ ബോഡി വലിച്ചെടുത്തോണ്ട് വന്ന് അവരുടെ മുറി കയറ്റി പെട്ടി കിടത്തിയിട്ട് പുതപ്പിട്ട് മൂടും. അവർ കിടന്നുറങ്ങുന്ന പോലെ. ആ ആന്റി വരുന്നു. വെള്ളത്തിന്റെ പാടുണ്ട്. എന്താ പറ്റിയത്? ഇവിടെ എങ്ങനെ വെള്ളത്തിന്റെ പാട് വന്നു? ഹീറോയിൻ പറയും, അമ്മച്ചി തടാകത്തിലേക്ക് ചാടി കുളിച്ചിട്ട് ഇപ്പൊ തിരിച്ചു വന്നേ ഉള്ളൂ, ക്ഷീണിച്ച് കിടന്നുറങ്ങാന്ന്. ഈ ആന്റി നമ്മുടെ പെണ്ണിനെ തള്ളി മാറ്റി വീടിനകത്തൊക്കെ കയറി പരിശോധിക്കും. അമ്മച്ചി എഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അവർ ഉറങ്ങുകയാണ്. ദയവേത് എഴുന്നേൽപ്പിക്കല്ലേ, ബുദ്ധിമുട്ടാവുമെന്ന് പറയും. എന്നാൽ ഈ ആന്റിക്ക് ഒരു സംശയം. അവർ തടാകത്തിൽ പോയിന്നോ? അവർക്ക് തടാകം പേടിയാണല്ലോ. എന്നിട്ടും പോയിരിക്കുന്നു. കുഴപ്പമില്ല, നീ അവരുടെ മനസ്സൊക്കെ ചെറുതായിട്ട് മാറ്റുന്നുണ്ട്, അവർക്ക് ഇമ്പ്രൂവ്മെന്റ് വരുന്നുണ്ടെന്ന് തോന്നുന്നു. ശരി, ആയിക്കോട്ടെ, അവരെ നന്നായിട്ട് കെയർ ചെയ്യും, ഞാൻ തിരിച്ചു പോകുന്നു. ഈ തള്ള എഴുന്നേറ്റാലും വലിയ ബുദ്ധിമുട്ടാണ്, എന്തേലും ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി എന്നും പറഞ്ഞിട്ട് ആന്റി ഇറങ്ങിപ്പോകും. അവർ പോയി കഴിഞ്ഞ ഉടനെ ഹീറോയിൻ ഓടി വന്ന് മോളെ തപ്പി നോക്കുകയാണ്. അവളെ കബേർഡിനകത്ത് കാണുന്നില്ല. നമ്മുടെ അമ്മൂമ്മയുടെ കൈ ചലിക്കുന്നുണ്ട്. സോ അവർ മരണപ്പെട്ടിട്ടില്ല, ബോധം കെട്ട് കിടക്കാണ്. ഹീറോയിൻ മോളെ അന്വേഷിച്ച് പല മുറികളിലായിട്ട് കയറി ഇറങ്ങി നടക്കാണ്. ടേച്ചോങ് ടേച്ചോങ് എന്ന് വിളിച്ചിട്ട് ഈ അമ്മൂമ്മ കാണിച്ച മുറിയില്ലേ, അതിനകത്തേക്ക് ചെല്ലുമ്പണ്ട് ആന്റി അവിടെ നിൽക്കുന്നു. ഇവള് വലിച്ചു വാരിയിട്ട സംഭവങ്ങളെല്ലാം ആന്റി കണ്ടു. അവർക്ക് മനസ്സിലായി ഇവൾ ഇതിനകത്ത്, ഈ വീടിനകത്ത് എന്തൊക്കെയോ തപ്പുന്നുണ്ടെന്ന്. നീ എന്നോട് കള്ളം പറഞ്ഞല്ലേടി, നീ ഇവിടുന്ന് എന്തോ മോഷ്ടിക്കാൻ വന്ന പെണ്ണാണ്, സത്യം പറ, നീ എന്ത് ചെയ്യായിരുന്നു? പെട്ടെന്നാണ് അവര് കർട്ടന്റെ മറവിൽ ഏതോ കുഞ്ഞു പടം വരച്ചു വെച്ചിരിക്കുന്ന കാണാം. അവർ ചോദിക്കും, ആരാ ഇത് വരച്ചു വെച്ചത്? നീയാണോ? സത്യം പറ, ഇവിടെ മറ്റാരെങ്കിലും ഉണ്ടോ? നീയും ആ കുഞ്ഞിനെ കണ്ടോ? നമ്മുടെ പെണ്ണിന് ഇനി രക്ഷയില്ല. സ്വന്തം മോളെ കാണാതായില്ലേ, സത്യം പറഞ്ഞു തരൂ. അവള് കരഞ്ഞോണ്ട് പറയും, ചേച്ചി സത്യം പറയുകയാണെങ്കിൽ എൻ്റെ മോളാണ് ഇത് വരച്ചത്. അവളെ ഇപ്പൊ കാണുന്നില്ല, അവളെ കണ്ടുപിടിക്കാൻ സഹായിക്കും. എനിക്ക് പേടിയാവുന്നു, എനിക്ക് എൻ്റെ മോളെ കണ്ടുപിടിക്കണം. നിങ്ങൾ എങ്ങനെയെങ്കിലും എൻ്റെ മോളെ കണ്ടുപിടിച്ചു തരൂ, എനിക്ക് അവളില്ലാതെ പറ്റില്ല. ഉടനെ ആന്റി, നിന്റെ സ്വബോധം നഷ്ടപ്പെട്ടോ? നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? പിച്ചും പേയും പറയുന്നത്. ഇവിടെ കുഞ്ഞുങ്ങളില്ല, നീ പറയുന്നത് പോലത്തെ കുട്ടികളില്ല, നീ തനിച്ചാണ് ഇങ്ങോട്ട് വന്നത്. ഞാനിവിടെ ജോലിക്ക് വെച്ചിരുന്ന എല്ലാ പെണ്ണുങ്ങളും ഇതന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അവര് മരിക്കുന്നതിന് മുന്നേ, അല്ലെങ്കിൽ അവർ ഓടിപ്പോകുന്നതിന് മുന്നേ ഒരു കുഞ്ഞിനെ കണ്ടു എന്ന് അവരും പറഞ്ഞിരുന്നു. നിനക്ക് തോന്നുന്നതാണിതെല്ലാം, നീ വന്നത് തനിച്ചാണ്, അങ്ങനെ ഒരു കുഞ്ഞില്ല. ഇത് കേട്ടുടനെ ഹീറോയിൻ ദേഷ്യപ്പെട്ട്, ഉണ്ട്, എൻ്റെ മോളുണ്ട്, ഞാൻ അവളുമായിട്ടാണ് വന്ന്, എനിക്ക് അവളെ കണ്ടുപിടിക്കണം, എൻ്റെ മോളെവിടെ? ഇത് കേട്ട് ആന്റിക്കും ഭ്രാന്ത് പിടിക്കും. ദൈവമേ, ഈ വീട്ടിൽ നിന്ന് ഞാനും ഭ്രാന്തിയാവും. ഇനി ഇവളെ ഇവിടെ വെച്ചോണ്ടിരിക്കരുത്, ഇറങ്ങിപ്പോടി, നിന്റെ സാധനങ്ങളും എടുത്തിട്ട് ഇറങ്ങിപ്പോ, ഇനി നീ ഇവിടെ നിൽക്കണ്ട. ഇത് കേട്ട് ഹീറോയിൻ പറയും, മേഡം എന്നെ ഇറക്കി വിടരുത്, എനിക്ക് എൻ്റെ മോള് വേണം, കുറച്ച് സമയം തരൂ, ഞാൻ എൻ്റെ മോളെ കണ്ടുപിടിക്കാം, നിങ്ങൾക്ക് വേണ്ട നിധിയും ഞാൻ കണ്ടുപിടിച്ചു തരാം, എനിക്കൊന്നും വേണ്ട, ഞാൻ എൻ്റെ മോളുമായിട്ട് പോയിക്കോളാം. ഇത് കേട്ട ആന്റി, ഇറങ്ങിപ്പോടി, അവളുടെ ഒരു മോളും നിധിയും എല്ലാം അറിഞ്ഞിട്ടാണ് നീ ഇതിനകത്ത് കയറി വന്നല്ലേ, നിന്നെ ആരാണ് ഇങ്ങോട്ട് അയച്ചത്, ഇറങ്ങിപ്പോയിക്കോ, ഇനി ഇവിടെ നീ നിൽക്കണ്ടെന്നും പറഞ്ഞ് ഹീറോയിനെ പിടിച്ച് പുറത്തേക്ക് തള്ളിയിടും. ഹീറോയിനാണെങ്കിൽ അകത്തിരുന്നൊരു പൂച്ചട്ടി എടുത്ത് ഈ ആന്റിയുടെ മണ്ടയ്ക്കടി കൊടുത്ത് അവരെ ബോധം കെടുത്തി താഴെയിടും. എന്നിട്ട് ഇവള് വീണ്ടും നമ്മുടെ അമ്മൂമ്മയുടെ മുറിയിലേക്ക് വരാണ്. അവിടെ അമ്മൂമ്മയെ കാണുന്നില്ല. ഒരു രൂപം അപ്പോ വീടിന് പുറത്തൂടെ നടന്നു പോകുന്ന കാണാം. മോളുടെ പൊക്കെയുള്ളൂ. ഡെജോങ്, മോളെ നീ എങ്ങോട്ടാ പോണത്? അവള് കാട്ടിക്കൂടെ ആ തടാകത്തിലേക്കാണ് പോയത്. അമ്മയും പുറകെ ഓടിച്ചല്ലോ തടാകത്തിലേക്ക്. ആ കുഞ്ഞെടുത്ത് ചാടിയിരിക്കുന്നു. അമ്മയും പുറകെ ഓടിച്ചെന്ന് തടാകത്തിലേക്ക് ഇറങ്ങും. മോളെ കാണുന്നില്ല. മോളെ നീ എവിടെ?
പെട്ടെന്നാണ് അവൾക്ക് ബോധം വരുന്നത്. താൻ എങ്ങനെയാണ് ഈ തടാകത്തിൽ എത്തിപ്പെട്ടത്? തന്റെ മോള് ശരിക്കും തടാകത്തിലേക്ക് ഇറങ്ങിയോ? അതോ ഇതെല്ലാം തനിക്ക് തോന്നുന്നതാണോ? പ്രേതം ചെയ്യുന്ന വേലയാണോ? അവള് തിരിച്ചു കയറാൻ നോക്കവേ, അമ്മേ അമ്മേ ഞാനിവിടെ ഉണ്ട്, എന്റെ അടുത്തേക്ക് വരും അമ്മേ, അമ്മേന്ന് മോളുടെ ശബ്ദം. മോള് സംസാരിക്കില്ല, എന്നാലും മോളുടെ ശബ്ദം. അത് കേട്ട് അമ്മ വെള്ളത്തിലേക്ക് ഇറങ്ങി ചെല്ലുന്നു. ഇറങ്ങി കഴുത്തോളം വെള്ളമായി അവളുടെ ശരീരം മുഴുവൻ മുങ്ങി, വെള്ളത്തിനകത്തേക്ക് മുങ്ങി. പെട്ടെന്നാണ് ഒരു കൈ മാത്രം വന്ന് അവളെ കാലി പിടിച്ച് വെള്ളത്തിനകത്തേക്ക് വലിച്ചെടുക്കുന്നു. ശ്വാസം മുട്ടി അവൾ പെടയുമ്പോൾ പഴയൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട്. ഒരു കുട്ടികളുടെ സ്വിമ്മിംഗ് പൂളൊക്കെ ഉള്ള സ്ഥലത്ത് ഈ പെണ്ണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്റെ മോള് പൂളിനകത്ത് കുടുങ്ങിപ്പോകും. അവളുടെ കാല് കുടുങ്ങിപ്പോകും. ശ്വാസം മുട്ടിയ പെണ്ണ് അമ്മേ അമ്മയെന്ന് വിളിച്ച് കരയുന്നുണ്ട്. അവൾക്ക് ആ സമയത്ത് സംസാരിക്കാൻ കഴിയുമായിരുന്നു. പേടിച്ച് വിറച്ച് ശ്വാസം മുട്ടിയ ആ കുട്ടി കരയുമ്പോൾ ഇത് കണ്ട് ഒന്നും ചെയ്യാൻ കഴിയാതെ പകച്ച് നിന്ന് പോവാണ് നമ്മുടെ പെണ്ണ് ഹീറോയിൻ. അവൾ ആ ഷോക്കിൽ നിന്ന് പോകും. കുഞ്ഞിനെ രക്ഷപ്പെടുത്താൻ പറ്റില്ല. കുഞ്ഞിനെ മറ്റൊരു ജോലിക്കാരിയാണ് രക്ഷപ്പെടുത്തുക. എന്നിട്ട് ഇവളെ ബോധത്തിലേക്ക് തിരിച്ചു വാ, നീ എന്താ ഇങ്ങനെ അനങ്ങാതെ നിൽക്കുന്ന, നിനക്ക് എന്താണ് പറ്റിയെന്ന് പറഞ്ഞ് തട്ടി വിളിക്കും. സോ അങ്ങനെയാണ് കുഞ്ഞിന് സംസാരിക്കാനുള്ള ആ ശേഷി നഷ്ടപ്പെട്ടു പോയത്. ഇപ്പൊ പ്രസന്റിലേക്ക് വന്നാൽ അതേപോലെ അവളെ തട്ടി വിളിക്കുകയാണ് നമ്മുടെ നാട്ടുകാരി ചേച്ചി. ചെള്ളയ്ക്ക് ഒരു അടിയും കൊടുക്കുന്നുണ്ട്. അപ്പോഴേ നമ്മുടെ പെണ്ണ് എഴുന്നേക്കുള്ളൂ. ഭാഗ്യത്തിന് തടാകത്തിൽ വീണുപോയ പെണ്ണിനെ നമ്മുടെ നാട്ടുകാരി ചേച്ചി രക്ഷപ്പെടുത്തി. അവര് പറയും എന്റെ വീട്ടിലേക്ക് പോകാൻ വരൂ. അവര് മെല്ലെ നമ്മുടെ പെണ്ണിനെ വിളിച്ചോണ്ട് പോവാണ്. പോണ വഴിയില്ല ഹീറോയിൻ പറയും, വിഷമത്തോടെ പറയും, എന്റെ മോള്, അവൾ എനിക്ക് നഷ്ടമായി, അവള് പോയി, എനിക്ക് വേറെ ആരുമില്ല, അവൾ എങ്ങോട്ടാ പോയെന്ന് എനിക്കറിയില്ല. ഇത് കേട്ട അമ്മച്ചി ചോദിക്കും, നീ ഒരു കുഞ്ഞുമായിട്ടാണ് അങ്ങോട്ട് വന്നത്, എന്നിട്ട് ഞങ്ങൾ ആരും കണ്ടില്ലല്ലോ, സത്യം പറ അങ്ങനെ ഒരു കുഞ്ഞുണ്ടായിരുന്നു? ഹീറോയിൻ പറയും, അതെ, അതെന്റെ മോളാ, അവളില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല, അവളെ കണ്ടുപിടിക്കാൻ എന്നെ നിങ്ങൾ സഹായിക്കും. ഇത് കേട്ട ഗ്രാമചേച്ചി, നിനക്കിപ്പോ ബാധ കൂടിയിട്ടുണ്ട്, മനസ്സിലാക്ക്, എന്റെ കൂടെ വാ, എല്ലാത്തിനും ഞാൻ വഴിയുണ്ടാക്കി തരാം എന്നും പറഞ്ഞ് ആ അമ്മച്ചി ഹീറോയിനെ അവരുടെ വീട്ടിലേക്ക് വിളിച്ചോണ്ട് പോവുകയാണ്. അവർക്കൊരു മോൻ ഉണ്ടായിരുന്നു. ആ മോന്റെ ഫോട്ടോ കാണിച്ചു കൊടുക്കും. ഈ മോൻ നമ്മുടെ അമ്മൂമ്മയായിട്ട് വളരെ അടുപ്പത്തിലുണ്ടായിരുന്ന ഒരു കുഞ്ഞാണ്. അമ്മൂമ്മയ്ക്ക് ആ മോനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അമ്മൂമ്മയുടെ സ്വന്തം കുഞ്ഞ് മരണപ്പെട്ടതിന് ശേഷമാണത്. നാട്ടുകാരെല്ലാം പറഞ്ഞിരുന്നു അമ്മൂമ്മയ്ക്ക് ബാധ കൂടിയിട്ടുണ്ടെന്ന്. എന്നാൽ ഞാനത് വിശ്വസിച്ചില്ല. പക്ഷെ എന്റെ മോൻ പറയുന്നുണ്ടായിരുന്നു ആ അമ്മൂമ്മയെ കൂടാതെ മറ്റെന്തോ ഒന്ന് ആ വീട്ടിലുണ്ടായിരുന്നെന്ന്. ഈ സംഭവം നടക്കുന്ന ആ അമ്മൂമ്മ എന്റെ മോനൊരു ചരടുമാല കഴുത്തിലേക്ക് ഇട്ടുകൊടുത്തു. അതിനുശേഷമാണ് പിന്നീട് എന്താ മകന് സംഭവിച്ചെന്ന് ചോദിക്കുമ്പോൾ ഈ തടാകത്തിൽ വീണ് അവരുടെ മോൻ മരണപ്പെടുകയാണ് ചെയ്തത്. ഗ്രാമചേച്ചി പറയും, അവസാനമായിട്ട് മരിച്ച പെണ്ണില്ലേ, ആ പെണ്ണ് വെള്ളത്തിൽ മുങ്ങി മരിക്കുന്ന സമയം ഞാൻ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. അവളൊരു പ്രേതം വെള്ളത്തിനകത്തേക്ക് വലിച്ചിടുന്നു. ഈ ജലത്തിലൊരു പ്രേതമുണ്ട്, ഒരു സാത്താനുണ്ട്. ആ സാത്താനാണ് ഇവിടെ വരുന്ന എല്ലാ ജനങ്ങളെയും കൊല്ലുന്നത്. അതിന് കാരണം ആ തള്ളയാണ്, ആ മുതുകിളവി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എത്രയും പെട്ടെന്ന് ഈ നാട് വിട്ടു പോകുന്നു. ഇതൊരു ശപിക്കപ്പെട്ട നാടാണ്. ഇവിടുത്തെ എല്ലാ കുട്ടികളും വെള്ളത്തിൽ വീണ് മരണപ്പെട്ടു. ബാക്കിയുള്ളവരൊക്കെ പേടിച്ച് ഈ നാട് വിട്ടുപോയി. പൊയ്ക്കോ, എത്രയും പെട്ടെന്ന് ഈ നാട് വിട്ടു പോയിക്കോ. ഇവളുടനെ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടാൻ തുടങ്ങും. ശരിക്കും മോളുമായിട്ടാണോ ഇവള് വന്നേന്ന് പോലും നമുക്കിപ്പോൾ സംശയമായി. ഇവൾ ഓടി വരവേ നേരത്തെ കണ്ട ആ പയ്യനെ, ആ നീളമുടി പയ്യനെ വീണ്ടും കാണുന്നുണ്ട്. അവന്റെ കയ്യിൽ തന്റെ മോളുടെ പാവയിരിക്കുന്നു കാണും. ഇവള് ചോദിക്കും, എന്റെ മോളെ നീ കണ്ടോ, അവൾ എവിടെയാണ്? ആ ചെറുക്കൻ പറയും, അതെ, ഞാൻ അവളെ കണ്ടിരുന്നു, അവൾ അമ്മൂമ്മയുടെ കൂടെ കളിക്കുകയായിരുന്നു. പക്ഷെ അവരെങ്ങോട്ടാ പോയെന്ന് എനിക്കറിയാൻ പാടില്ല, ഞാൻ അത് നോക്കി നിൽക്കല്ലായിരുന്നു. ഇവൾ എൻ്റെ മോളുടെ പാവയാണത് എനിക്ക് താന്നും പറഞ്ഞ് പയ്യന്റെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങാൻ നേരം പയ്യൻ അത് വെള്ളത്തിലേക്ക് വലിച്ചെറിയും. എന്നിട്ട് നിന്റെ മോളും ഇതേപോലെ വെള്ളത്തിൽ വീണ് മരിക്കണമായിരുന്നു, എന്നാ എനിക്ക് സന്തോഷമായേനെ. ഇത് കേട്ട് ദേഷ്യം വന്ന അമ്മ ആ കുഞ്ഞിനെ തല്ലാൻ നോക്കുന്നുണ്ട്. പക്ഷെ കഴിയില്ല, അവരിരുന്ന് കരയേ ചെയ്യുള്ളൂ. ഈ ചെറുക്കൻ പറയും, നിങ്ങൾ ആ വീട്ടിലെ ശാപത്തിന്റെ മുറി കണ്ടുപിടിച്ചോ, ആ ശാപം ഇല്ലാതാക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ മോളെ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഇതും പറഞ്ഞ് ആ ചെറുക്കൻ എങ്ങോട്ടോ ദൂരേക്ക് നടന്നു പോകും. വീണ്ടും നമ്മുടെ പെണ്ണ് വീടിനകത്തേക്ക് കയറി വരുന്നു. എന്നിട്ട് അവൾ നേരെ അമ്മൂമ്മയുടെ അടുത്ത് ചെന്നിട്ട് ചോദിക്കും, തള്ളെ സത്യം പറ, നിങ്ങൾ എന്താണ് നിങ്ങൾ, ആരാണ് നിങ്ങൾ, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, എന്ത് ജന്തുവാണ് നീ, എൻ്റെ മോളെവിടെ, ദയവ് ചെയ്ത് എൻ്റെ മോളെ എനിക്ക് തിരിച്ച്. അതിന് അമ്മച്ചി ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ ഇവള് ചോദിക്കും, എന്നാ എൻ്റെ മോളെവിടെ, നിങ്ങളുടെ മോളെവിടെ, സിയോ, അവൾക്ക് എന്താണ് സംഭവിച്ചത്? ഇത് കേൾക്കുമ്പോൾ അമ്മച്ചി, നീ ആരാ, ഞാൻ നിന്നെ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ, നീ പുതിയതാണോ, എൻ്റെ കൂടെ ഒളിച്ചു കളിക്കാൻ വരുന്നോ? അവരൊന്നും ഓർമ്മയില്ലാത്തതുപോലെ വീണ്ടും സംസാരിക്കുന്നു. ഉടനെ അമ്മച്ചി ചോദിക്കും, നിങ്ങൾ എൻ്റെ മോളുമായിട്ട് ഒളിച്ചു കളിക്കുകയല്ലായിരുന്നു, അവൾ എവിടെയാണ് ഒളിച്ചു വെച്ചത്? ഇത് കേട്ടുടനെ റോക്കറ്റ് പോലെ അവർ മുറിയിന്ന് പുറത്തേക്ക് പാഞ്ഞോടുന്നുണ്ട്. കഥവ് അടഞ്ഞു പോവുകയും ചെയ്യും. എന്താ ചെയ്യേണ്ടതെന്നറിയാതെ നമ്മുടെ പെണ്ണ് പകച്ചു നിൽക്കുമ്പോഴാണ് ഈ കഥവ് തനിയെ തുറന്നു വരുന്നത്. ഇവളാ ഗ്രാമചേച്ചി തന്ന ചന്ദനത്തിരിയും കൊളുത്തിയിട്ട് ഈ അമ്മച്ചിയെ തപ്പിയിറങ്ങും. അപ്പണ്ട് ജനാലെ കൂടെ നോക്കുമ്പോൾ ഈ അമ്മച്ചി എന്തിനെയോ ഷൂ എന്ന് പറഞ്ഞ് ഓടിക്കുന്നുണ്ട്. എൻ്റെ അടുത്തേക്ക് വരണ്ട, പോ, ദൂരെ പോന്ന് പറഞ്ഞ് വീടിന് വെളിയിലിറങ്ങി എന്തിനെയോ ഓടിക്കുന്നുണ്ട്. കുഞ്ഞ് പടത്തി വരച്ചു വെച്ച് അതേപോലെ ഒരു പ്രേതരൂപം കാണാം. അതിനെയാണ് ഈ അമ്മച്ചി ഓടിക്കുന്നത്. ഈ ചന്ദനത്തിരി കയ്യിലുള്ളത് കൊണ്ടാണ് ആ പ്രേതത്തെ കണ്ടത്. ഇവൾ അവിടെ നിന്ന് വീണ്ടും ഇറങ്ങി മോളുടെ പേരും വിളിച്ചു നടക്കും, ടേച്ചോ നീ എവിടെയാണ്? അപ്പൊ ഈ ലൈറ്റുകൾ ഓരോന്നായിട്ട് അണഞ്ഞും തെളിഞ്ഞും ഇവൾക്ക് വഴി കാണിച്ചു കൊടുക്കുന്നു. ആ വഴിയിലൂടെ ഇവള് നടന്ന് വരുമ്പോൾ മുകളിലത്തെ
ആ ബാത്റൂം ലീക്കുള്ള മുറിയെത്തി. അവിടെ ഒരുപാട് മെഴുകുതിരികൾ കത്തിച്ചു വെച്ചിരിക്കുന്നു. ഈ ചന്ദനത്തിരിയിലേക്ക് കബേർഡിനകത്ത് നിന്നും ശക്തമായ കാറ്റടിക്കും. സോ കബേർഡിനകത്തുകൂടെ ഒരു വഴിയുണ്ടെന്ന് നമ്മുടെ പെണ്ണിന് മനസ്സിലായി. ഇവള് മെല്ലെ ആ ഡോറ് തുറന്ന് കബേർഡിനകത്തേക്ക് കയറി. അകത്ത് ഒരു ടണല് പോകുന്നുണ്ട്, ഒരു പ്രത്യേക രഹസ്യ അറ. ആ അറയിലൂടെ ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ കുറെ സാത്താനിക് റിച്വൽസ് ചെയ്യുന്ന ഒരു മുറി. അവിടെ ഒരു പെട്ടിയുണ്ട്, വിലപ്പെട്ട സാധനങ്ങൾ പൂട്ടിവെക്കുന്നത് പോലത്തെ ഒരു പെട്ടി. അതിന്റെ താക്കോലാണ് നമ്മുടെ പെണ്ണിനെ കഴുത്തിലിട്ട് കിട്ടിയത്. ഇവൾ ആ താക്കോല് കൊണ്ട് ഈ പെട്ടി തുറക്കാൻ ശ്രമിക്കുമ്പോൾ കുഞ്ഞവിടെ കിടക്കുന്നുണ്ടാവും. ഇവളുടെ മോള് റിച്വൽസ് ചെയ്യുന്ന സ്ഥലത്ത് മോളെ കിടത്തിയിരിക്കുന്നു. ഇവൾ ഓടിച്ചെന്ന് തന്റെ കൊച്ചിനെ വാരിയെടുക്കും. ഈ കുഞ്ഞിനെ കിടത്തിയ സ്ഥലത്തിന് ചുറ്റും ഉപ്പോ അരിയോ എന്തോ വിതറിയിട്ടുണ്ട്. അത് ഇവള് ബ്രേക്ക് ചെയ്തു. സോ ആ റിച്വൽ എങ്ങാണ്ട് ബ്രേക്കായി തോന്നണം. ഉടനെ ഈ അറയ്ക്കകത്തേക്ക് വെള്ളം ഒഴുകാൻ തുടങ്ങും. അറ ഇടിഞ്ഞു പോവാണ്. ഇവള് കുഞ്ഞിനെ എടുത്ത് പുറത്തേക്ക് ഓടി വരും. അപ്പണ്ട് ആ ആന്റി, തലയ്ക്കടി കൊണ്ട് ആന്റി ഇവളെ അന്വേഷിച്ച് വന്നിരിക്കുന്നു. ഇവളുടെ കയ്യിലെ കുഞ്ഞിനെ അവർ കാണും. അതേപോലെ കഴുത്തി കിടക്കുന്ന ചാവിയും കാണും. പ്രത്യേക അറ ഇവള് കണ്ടുപിടിച്ചതറിഞ്ഞു. അപ്പൊ നീ ആ പ്രത്യേക അറയ്ക്കകത്ത് നിന്ന് വന്നാണല്ലടി. എവിടെ ആ രത്നമോതിരം? എനിക്കത് കിട്ടിയേ തീരുമെന്ന് പറഞ്ഞ് ഈ ആന്റി ആ അറയ്ക്കകത്തേക്ക് കടന്നു പോകുന്നുണ്ട്. നമ്മുടെ പെണ്ണാണെങ്കിൽ കുഞ്ഞിനെ എടുത്ത് ജീവനും കൊണ്ട് ഓടുകയാണ്. ഓടി കാറി കയറാൻ ശ്രമിക്കവേ അമ്മൂമ്മ തടഞ്ഞിട്ട് ആ വഴിയെ പോവല്ലേ, അത് ഡേഞ്ചറാണ്. ഈ വെള്ളത്തിൽ പ്രേതമുണ്ട്. ആ പ്രേതം നിന്നെ ആ വഴിയെ വിളിച്ചുകൊണ്ട് പോവുകയാണ്. ദയവേത് ആ വഴി പോവരുത്. ഇത് കേട്ട് ഹീറോയിൻ പറയും, എന്റെ കുഞ്ഞിനെ കൊല്ലാൻ നോക്കിയ തള്ളെ, നീയാണോ ഞങ്ങളെ രക്ഷപ്പെടുത്തുന്നത്? മാറിപ്പോന്ന് പറയുമ്പോൾ, അമ്മച്ചി എനിക്കൊരു മോളുണ്ടായിരുന്നു, അവൾക്കിപ്പം നിന്റെ പ്രായമായിരിക്കും, ദയവേത് പറയുന്ന കേൾക്ക്, ആ വഴി പോവല്ലേ. ഇവള് കേൾക്കില്ല. ഈ നാട്ടുകാര് തന്നെക്കുറിച്ചെല്ലാം ഞങ്ങളോട് പറഞ്ഞു, ഇനി ഞങ്ങളെ പിന്തുടരണ്ട, ഞാൻ പോവാന്നും പറഞ്ഞ് ഇവള് കാറെടുക്കാൻ നിൽക്കവേ ഇവിടെ നമ്മുടെ ആന്റിക്ക് ആ ഡയമണ്ട് മോതിരം കിട്ടി. അവരതെടുത്ത് സന്തോഷത്തോടെ പുറത്തേക്ക് വരുമ്പോഴാണ് ഒരു കൈ വന്ന് അവരെ ബലമായി അകത്തേക്ക് വലിച്ചെടുത്തോണ്ട് പോകുന്നു. അവരുടെ കരച്ചിൽ കേൾക്കാം, പുറത്തേക്ക് കേൾക്കാം. ആ പ്രേതം എത്തിക്കഴിഞ്ഞു, നിന്നെ അത് ബാധിക്കരുത്, ഓടി രക്ഷപ്പെട്ടോളൂ. പക്ഷെ ആ വഴി പോവരുത്. ആ വെള്ളത്തിൽ ഒരു കുഞ്ഞു പ്രേതമുണ്ട്, അത് നിന്നെ വെള്ളത്തിലേക്ക് വിളിച്ചെടുത്തോണ്ട് പോകും. നീ പറഞ്ഞ ആ ഗ്രാമവാസി സ്ത്രീയുടെ മോൻ 30 വർഷം മുന്നേ മരണപ്പെട്ടു. ഞാൻ നിന്നെ പറ്റിക്കാൻ ശ്രമിക്കല്ല, പറയുന്ന കേൾക്ക്. ഈ ഗ്രാമത്തിൽ കുട്ടികളെയില്ല. അവരെന്ത് പറഞ്ഞിട്ടും ഹീറോയിൻ ആ മൂമേനെ തള്ളി മാറ്റി കാറും എടുത്ത് അവര് പോവണ്ടെന്ന് പറഞ്ഞ വഴി കൂടെ തന്നെയാണ് പോകുന്നത്. റൂട്ട് മാപ്പിലും ആ വഴി തന്നെയാണ് കാണിക്കുന്നത് ഗൂഗിളിൽ. ഇവൾക്കപ്പോൾ ഒരു ഫോൺ കോൾ വരുന്നുണ്ട്. ഇവളിങ്ങോട്ട് പറഞ്ഞു വിട്ട ലേഡി, പലിശക്കാരി ലേഡി, അവര് പറയും, എനിക്കറിയാൻ പാടില്ലായിരുന്നു ആ അമ്മൂമ്മയ്ക്ക് ബാധ കൂടിയതാണെന്ന്. അങ്ങനെ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ നിന്നെ പറഞ്ഞു വിടില്ലായിരുന്നു. കുഴപ്പമില്ല, തിരിച്ചു വായോ, നമുക്ക് ഇവിടെ വന്ന് സംസാരിക്കാം. ഇവള് പറയും, ഞാൻ വന്നോണ്ടിരിക്കുക, മാപ്പ് ഇട്ടു, സോളിലേക്ക് ഇപ്പോൾ വന്നോണ്ടിരിക്കുക എന്ന് പറയും. അപ്പോൾ ആ ലേഡി, നീ ഇനി പണമൊന്നും തരേണ്ട ആവശ്യമില്ല, നിന്റെ ഭർത്താവ് എല്ലാ പണവും തന്ന് കടം വീട്ടി എന്ന് പറയും. ഇത് കേട്ട നമ്മുടെ പെണ്ണ്, നീ എന്തായി പറയുന്നത്, എന്റെ ഭർത്താവ് മരിച്ചിട്ട് 3 വർഷമായി. ഇത് കേട്ട പലിശക്കാരി ചിരിക്കാൻ തുടങ്ങും, ഒരു പ്രേതച്ചിരി. പെട്ടെന്ന് കൺട്രോൾ വിട്ട നമ്മുടെ പെണ്ണിന്റെ കാറൊന്ന് പാളുന്നുണ്ട്. ഭാഗ്യത്തിന് വെള്ളത്തിലേക്ക് വീണില്ല. നോക്കുമ്പോണ്ട് റേഞ്ചില്ലാതെയാണ് ഇവൾക്ക് കോള് വന്നിരിക്കുന്നത്. കാറിന് പുറകേന്ന് ഒരു കുഞ്ഞു പ്രേതരൂപം. ഇതിനെ കണ്ട് നമ്മുടെ കുഞ്ഞ് പേടിച്ച് ഇരുട്ടത്തോടെ ഒറ്റ ഓട്ടാണ്. അമ്മ ഡെജോങ് എന്ന് വിളിച്ച് കൊച്ചിന്റെ പുറകെ ചെല്ലും. നോക്കുമ്പോൾ അവൾ ഈ തടാകത്തിന് അരികെ നിൽക്കുന്നു. അമ്മയെ നോക്കിയിട്ട് തടാകത്തിന് നേരെ ഒരൊറ്റ ചാട്ടാണ് അവള്. വെള്ളത്തിലേക്ക് കുഞ്ഞു വീണു. അമ്മ മോളെ വിടില്ല. അമ്മയും പുറകെ തടാകത്തിലേക്ക് എടുത്ത് ചാടുന്നു. മോള് താഴെ വെള്ളത്തിനടിയിൽ കുടുങ്ങിക്കിടക്കാണ്. മോൾ അവിടെ നിന്ന് അമ്മ പൊക്കിയെടുത്ത് കൊണ്ടുവരുമ്പോഴാണ് അവരറിയുന്നത് അത് മോളല്ല, അവരുടെ മോളല്ല, ഒരു പ്രേത പിശാചു കുഞ്ഞാണത്. അത് ഇവളെ അള്ളിപ്പിടിച്ച് വെള്ളത്തിനടിയിലേക്ക് വലിച്ചെടുത്തോണ്ട് പോകും. അപ്പോഴാണ് നമ്മുടെ അമ്മച്ചി വരുന്നത്. അമ്മച്ചി ആ പ്രേതത്തിനരിയിലേക്ക് വന്ന് ആ പ്രേതത്തിനെ തൊട്ട് വിളിക്കുമ്പോൾ ആ പ്രേതക്കുഞ്ഞ് അമ്മയെ കെട്ടിപ്പിടിച്ച് ആ അമ്മൂമ്മയുടെ കൂടെ പോകുന്നു. രണ്ടുപേരും വെള്ളത്തിനടിയിലേക്ക്. അമ്മൂമ്മ നമ്മുടെ പെണ്ണിനോട് പറയും, പൊയ്ക്കോ, വേഗം പൊയ്ക്കോ, എന്നെപ്പോലെ ജീവിക്കണ്ട, സന്തോഷമായിട്ട് ജീവിക്കും, പൊയ്ക്കോ. അവര് വെള്ളത്തിനടിയിലേക്ക് മുങ്ങി മരണപ്പെട്ടു. നമ്മുടെ പെണ്ണെങ്ങനെയൊക്കെയോ നീന്തി കരയ്ക്ക് കയറി. നോക്കുമ്പോൾ മോൾ അവിടെ നിൽപ്പുണ്ടാവും. അവള് കണ്ടത് മോളെയല്ല, വെള്ളത്തിലേക്ക് ചാടുന്ന മോളെയല്ല കണ്ടത്, പ്രേതത്തിനെയായിരുന്നു. മോൾ അപ്പോഴും അവിടെ തന്നെ ഉണ്ട്. സന്തോഷത്തോടെ മോളെ കെട്ടിപ്പിടിച്ച് നമുക്ക് വീട്ടിലേക്ക് പോകാമെന്ന് പറയുമ്പോഴാണ് മോള് സംസാരിച്ച് തുടങ്ങുന്നത്. അമ്മൂമ്മ പോയല്ലമ്മേ, നമ്മുടെ അമ്മൂമ്മ പോയി. ഹീറോയിൻ മോളെ കെട്ടിപ്പിടിച്ച്, പൊറുക്ക് മോളെ, അമ്മയോട് പൊറുക്ക്, നമുക്കിവിടെ നിന്ന് പോകാമെന്നും പറഞ്ഞ് അവർ തിരിച്ച് ടൗണിലേക്ക് വരുന്നു. 1 മാസം കഴിഞ്ഞ് ഇവളെ സ്റ്റേഷനിലേക്ക് വിളിച്ച് വരുത്തുന്നുണ്ട്, ഈ അമ്മൂമ്മയുടെ മരണം അന്വേഷിക്കാൻ വേണ്ടി. കുഴപ്പമൊന്നുമില്ല, അവർ വെള്ളത്തിൽ വീണ് മരണപ്പെട്ട തന്നെയാണ്. ആ സമയത്ത് നമ്മുടെ പെണ്ണ് അവിടെ ഉണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് ചെറിയൊരു ചോദ്യം ചെയ്യൽ മാത്രം. പോലീസുകാരൻ പറയും, ആ നാട്ടിൽ നിന്ന് കിട്ടിയ വിവരം വെച്ച് തന്റെ മോള് മരണപ്പെട്ടത് ആ മുത്തശ്ശി ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നില്ല അവരുടെ ചെറുപ്രായത്തിൽ. അതുകൊണ്ട് ആ നാട്ടിലെ ഓരോ കുട്ടിയും തന്റെ കുട്ടിയാണ് എന്നവർ വിചാരിച്ചിരുന്നു. ആ അമ്മച്ചിയായിട്ട് ക്ലോസ് ആയിട്ടുണ്ടായിരുന്ന പല കുട്ടികളും വെള്ളത്തിൽ വീണ് മരണപ്പെട്ടു. പിന്നെ അവർ ചൈനീസിൽ പറഞ്ഞ കാര്യങ്ങൾ അത് മോശപ്പെട്ട കാര്യങ്ങളൊന്നുമല്ല. അവർ പറഞ്ഞത്, നിന്റെ പുറകിൽ എന്തോ ഒരു സംഭവമുണ്ട്, അത് നിന്നെ കൊണ്ടുപോകും, അതിന്റെ പിടിപ്പെടരുത്, ഒളിച്ചിരിക്കണം എന്നൊക്കെയാണ് അവർ സംസാരിച്ചിരിക്കുന്നത്. മറ്റൊന്നുമില്ല. പോലീസിന്റെ നിഗമനത്തിൽ
സംഭവങ്ങൾ സാധാരണയാണെങ്കിലും യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഐ ഹേറ്റ് മോം, എനിക്ക് അമ്മയോട് വെറുപ്പാണ് എന്ന് എഴുതി വെച്ചിരുന്നത് ആ കുഞ്ഞു പ്രേതാണ്, ആ കുട്ടി പ്രേതം. അതായത് ആ അമ്മച്ചിയുടെ ശരിക്കുള്ള മോള്. ആ പ്രേതക്കുഞ്ഞിനെ അമ്മച്ചി ഏറ്റെടുക്കാൻ തയ്യാറായില്ല. നീ എന്റെ കുഞ്ഞല്ല, ഇറങ്ങിപ്പോയിക്കോ, എന്നെ പറ്റിക്കാൻ നോക്കണ്ട, നീ ഫേക്കാണ്, എന്റെ മോളുടെ വേഷത്തിൽ വന്ന് നീ എന്റെ കുട്ടികളെ കൊല്ലാൻ ശ്രമിക്കേണ്ട, ഇറങ്ങിപ്പോയിക്കോ, എനിക്ക് നിന്നോട് വെറുപ്പാണ് എന്നും പറഞ്ഞ് ഈ അമ്മച്ചി എപ്പോഴും ആ പ്രേതത്തിനെ ഓടിച്ചു വിടും. എന്നിട്ട് ബാക്കി കുഞ്ഞുങ്ങളെ തൻ്റെ കുഞ്ഞിനെ പോലെ കൊഞ്ചിച്ച് ലാളിച്ച് നോക്കും. അപ്പോൾ ആ കുഞ്ഞുങ്ങളോടൊക്കെ ഈ യഥാർത്ഥ പ്രേതക്കുഞ്ഞിന് ദേഷ്യമായിരുന്നു. പ്രസന്റ് വരുമ്പോൾ പോലീസുകാരൻ പറയും, ആ അമ്മച്ചി പ്രായമായ ഒരു മുത്തശ്ശിയാണ്, മറവി രോഗമുണ്ട്, പിന്നെ എന്തു പറയാനാ, അവർ വെള്ളത്തിൽ വീണ് മരണപ്പെട്ടു. ബാക്കി കഥകളെല്ലാം നാട്ടുകാരുണ്ടാക്കി വിടുന്നതല്ലേ. ഇത് കേട്ട് ഹീറോയിൻ പറയും, നമ്മളെല്ലാവരും നമുക്കിഷ്ടമുള്ള കാര്യങ്ങളല്ലേ വിശ്വസിക്കാൻ ശ്രമിക്കുക, യാഥാർത്ഥ്യം എന്താണെന്ന് നമുക്കറിയില്ല, അതെന്തോ ആയിക്കോട്ടെ, നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ നമുക്ക് വിശ്വസിക്കാം. ഇതും പറഞ്ഞവര് പുറത്തേക്ക് ഇറങ്ങി വരുന്നു. കുഞ്ഞിനെയും കൂട്ടിയിട്ട് മോൾ അമ്മയോട് പറയും, അമ്മ എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിച്ചോളാം, എനിക്ക് അമ്മയെന്ന് പിരിഞ്ഞു പോകരുത്, എപ്പോഴും അമ്മയുടെ കൂടെ തന്നെ വേണം. മോൾ അമ്മയെ കൊഞ്ചിച്ചിട്ട് നീ എനിക്ക് മകളായി പിറന്നതിന്റെ ഭാഗ്യാന്നൊക്കെ പറയും. അവിടുന്ന് കട്ട് ചെയ്താൽ ഈ അമ്മച്ചിക്ക് സംഭവിച്ച യഥാർത്ഥ കഥ, അവരുടെ ചെറുപ്രായത്തിൽ അവർക്ക് സംഭവിച്ച കഥയാണ് കാണിക്കുന്നത്. അവർ വലിയ പണക്കാരി സ്ത്രീയായിരുന്നു. ബിസിനസ് കാര്യങ്ങൾ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കവേ മോള് ഒളിച്ചു കളിക്കാൻ വേണ്ടി അമ്മയെ വിളിക്കും. അമ്മ മോള് ഒളിച്ചോളൂ, അമ്മ കണ്ടുപിടിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ മോള് ചെന്ന് ഒരു മരത്തിന് പുറകിൽ ഒളിക്കുന്നു. അതാണെങ്കിൽ തടാകത്തിന് തൊട്ടരികത്തായിരുന്നു. കുറെ സമയമായിട്ട് അമ്മ വന്നിട്ടില്ല. ഇവള് തിരിഞ്ഞ് നടക്കാൻ ശ്രമിക്കുമ്പോൾ സ്ലിപ്പായി തടാകത്തിലേക്ക് വീഴും. ആഴത്തിലാണ് വീഴുന്നത്. അമ്മയാണെങ്കിൽ ഫോൺ കട്ട് ചെയ്ത് മോളെ കാണാതെ, മോളെവിടെയാ, അമ്മ എല്ലായിടത്തും അന്വേഷിച്ചു, അമ്മ തോറ്റുപോയി, കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല, പുറത്തേക്ക് വായോ എന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട്. എന്നാൽ ആ സമയത്ത് മോള് നീന്തലറിയാതെ വെള്ളത്തിലേക്ക് മുങ്ങി താഴുകയായിരുന്നു. അങ്ങനെ മോള് മരണപ്പെട്ടു. ഈ മരണത്തെ അമ്മച്ചിക്ക് ഏറ്റെടുക്കാൻ കഴിഞ്ഞില്ല. അവരാഭിചാര ക്രിയകൾ കൊണ്ട് മരിച്ച ഈ കുഞ്ഞിനെ തിരിച്ചു കൊണ്ടുവന്നു. ഈ ആഭിചാര ക്രിയകൾ ചെയ്തപ്പോൾ വീടിനകത്തൊരു പ്രേതം ഉണ്ടായി. ആ പ്രേതാണ് മരിച്ചു പോയ ഈ കുഞ്ഞിനെ തിരിച്ചു കൊണ്ടുവന്നു. പക്ഷെ തിരിച്ചു വന്നത് പ്രേതക്കുഞ്ഞായതുകൊണ്ട് ഈ അമ്മച്ചി അതിനെ അക്സെപ്റ്റ് ചെയ്തില്ല. അതുകൊണ്ട് ഈ പ്രേതക്കുഞ്ഞ് ഓരോരുത്തരായിട്ട് കൊല്ലുമായിരുന്നു. പിന്നെ വീടിനകത്ത് ആ പ്രത്യേക മുറിക്കകത്തുണ്ടായിരുന്ന പ്രേതം അത് ഈ അമ്മച്ചിയെ ബാധിക്കുകയും ചെയ്തു. അങ്ങനെയാണ് എൻ്റെ ഒരു നിഗമനം ഏകദേശം ഞാൻ കണ്ടുപിടിച്ചത്. അതിൽ നിങ്ങൾ തൃപ്തിപ്പെട്ടിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. സസന്തോഷപൂർവ്വം നമുക്ക് പിരിയാം. ഇനി വേറെ ചോദ്യങ്ങളൊന്നും വേണ്ട. എന്നാ പിന്നെ അടുത്തൊരു അടിപൊളി സിനിമയായിട്ട് വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ, അണ്ടിൽ ദെൻ ഇറ്റ്സ് ബൈ ഫ്രം ഒരു കഥ.